വിവാദ സർക്കുലറുമായി ഗവർണർ ആഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമാചരിക്കാൻ വിസിമാർക്ക് നിർദ്ദേശം. വിഷയത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാനും വിഭജനത്തിന്റെ ഭീകരത തുറന്നുകാട്ടുന്ന നാടകങ്ങൾ സംഘടിപ്പിക്കാനും നിർദ്ദേശം. സർവകലാശാലകളോട് ആക്ഷൻ പ്ലാൻ നൽകാൻ ചാൻസലർ നിർദ്ദേശിച്ചു. വി അരുൺ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, ഒരു വിവാദ സർക്കുലർ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വിചിത്രമായ തീരുമാനമാണോ ഇത് ഗവർണറുടെ ഭാഗത്തു നിന്ന് വന്നത്? എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? കേന്ദ്ര സർക്കാർ നിർദ്ദേശം നടപ്പാക്കുന്നുവെന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. 2021 രാജ്യത്ത് ഇത്തരത്തിൽ വിഭജന ഭീതി ദിനമായി ഓഗസ്റ്റ് 14 ആചരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പുറത്തേക്കതിൽ മറ്റൊന്നുമില്ല എന്ന നിലപാടാണ് രാജ്ഭവൻ വിശദീകരിക്കുന്നത്. കേന്ദ്രം നേരത്തെ നിർദ്ദേശിച്ചതാണ്, പക്ഷെ സംസ്ഥാനത്ത് അത് തുടങ്ങിയിരുന്നില്ല. 2021 ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം, അതുമായി ബന്ധപ്പെട്ട ആവശ്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചത്. അന്ന് മുതൽ ഈ ഓഗസ്റ്റ് 14 അത്തരത്തിൽ ആചരിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. പക്ഷേ സംസ്ഥാനത്ത് ഇതുവരെയും അത്തരത്തിലുള്ള ഓഗസ്റ്റ് 14 ആചരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓർമ്മ പുതുക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് വേണമെന്ന നിർദ്ദേശമാണ് സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ഇപ്പോൾ സർവകലാശാല വിസിമാർക്ക് നൽകിയിരിക്കുന്നത്. തനിക്ക് ഇത്തരം നിർദ്ദേശമുണ്ട്. ഐ ആം ഡയറക്റ്റഡ് ടു ഇൻഫോം ദാറ്റ് ഓഗസ്റ്റ് 14 ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് പാർട്ടീഷൻ ഹൊറർ ഡേ എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളെ അറിയിക്കുന്നുവെന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. എല്ലാ വിസിമാർക്കും ഇത് കൈമാറിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനമാണ് വിസിമാർ എടുക്കുന്നതെന്നാണ് അറിയേണ്ടത്. ഇത് തീർച്ചയായും നേരത്തെയൊക്കെ സർവകലാശാലകളിൽ ഗവർണർമാർ നിൽക്കുന്ന വിവാദവും തർക്കങ്ങളുമുണ്ട്. സംഘപരിവാർ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമുണ്ട്. ആ രീതിയിൽ തന്നെയാകും ഇത് സർവകലാശാലകളുടെ ഭരണസമിതികളൊക്കെ കാണാൻ പോകുന്നത്. കാരണം വിസിമാർ പലരും ഇപ്പോൾ ഗവർണർ നിലപാടിനൊപ്പമാണെങ്കിലും സിൻഡിക്കേറ്റുകളും സെനറ്റും ഒക്കെ ഒന്നുകിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ UDFന് മേൽക്കൈയുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള സിൻഡിക്കേറ്റ് സെനറ്റുമാണ് സർവകലാശാലയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എതിർക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ആഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത്. വിഭജന ഭീതി ദിനം എന്ന് ആദ്യമായി കേൾക്കുകയാണ്. ഏതെങ്കിലും ദിനം ആചരിക്കാൻ നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും മന്ത്രി.